ഞങ്ങൾ അച്ഛനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതാ. അതെ, ഈ ബീച്ച് അവിടെ നിന്ന് ആരും എടുത്തോണ്ട് പോകത്തൊന്നുമില്ല. അത് നാളെ അവിടെ തന്നെ കാണും. ആ പിന്നെ വിഷ്ണു അച്ഛനെ കൂടെ നിങ്ങൾ നാളെ പൊയ്ക്കോ. അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ദിവസം പോയാലും കുഴപ്പമില്ല. ഓ, ഇതായിരുന്നോ കാര്യം? ഞാൻ വേറെ പോലെ അന്താരാഷ്ട്ര കാര്യമായിരിക്കുമെന്ന്. രണ്ടുപേരും വന്നേ, വാശി പിടിക്കാതെ വാ. അതെ, വിഷ്ണുപ്ര തന്നെയാ നിങ്ങളെ വിളിക്കാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുന്നതും കാത്ത് ചിലപ്പോൾ വീട്ടിൽ തന്നെ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോകാനും പറ്റും. പോവാല്ലേ? അല്ലാതെ ഇവിടെ നിന്നിട്ട് എന്തിനാ? ആ പറഞ്ഞത് കറക്റ്റ്. ബീച്ച് ഇങ്ങോട്ട് വരില്ലല്ലോ. ഓ, തമാശ. പിന്നെ എന്തായാലും വാ, പോവാം. കേറിക്കോ. പിന്നെ എന്റെ ഒപ്പം ബീച്ച് വരാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ? വരായിരുന്നു, പക്ഷെ വിഷ്ണു അച്ഛനും കൂടി വേണം, എന്നാലേ ഒരു ഓളം ഉണ്ടാവും. ശരി, എങ്കിൽ നമുക്ക് വിഷ്ണു അച്ഛനെ കൂട്ടി ഓളം ഉണ്ടാക്കാൻ പൊയ്ക്കളയാം. എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കാം, പോരെ? അപ്പൊ കേറിക്കോ. കേറ്. പോട്ടെ. ഡെയ്സി, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഡേവിസ് പറഞ്ഞു കാണുമല്ലോ. എടി, അവനുമായിട്ട് കറക്കുമ്പോഴും കറങ്ങാൻ അവൻ നിന്റെ ആരടി? അത് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഞാൻ വിവാഹം കഴിക്കുവാണെങ്കിൽ അത് ശിവനെ മാത്രമായിരിക്കും. ഇനി നീ അവനെ കുറിച്ച് ഇങ്ങനെ വല്ലതും പറഞ്ഞാ കൊന്നു തള്ളും നിന്നെ. ഒരു കുഞ്ഞുപോലും അറിയില്ല. എന്നെ കൊന്നാലും ഞാൻ ശിവന്റെതാ. അതിനി ഒരു മാറ്റവും വരാനും പോകുന്നില്ല. ആന്റണി, മാറി നിൽക്ക്. എന്താ ആന്റണി ഇത്? നോ, ആന്റണി, അത് പാടില്ല. സ്ത്രീകളോടും കുട്ടികളോടും അക്രമം പാടില്ലെന്നാ വേദപാഠം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ആന്റണി വേദപാഠ ക്ലാസ്സുകളിലൊക്കെ പോയിട്ടുള്ളതല്ലേ? പിന്നെന്താ ഇങ്ങനെ വയലന്റ് ആയിട്ടൊക്കെ പെരുമാറുന്നേ? മോശം. അതും സ്ത്രീകളോടൊട്ടും പാടില്ല. ഡെയ്സി, എനിക്ക് ഡെയ്സിയുടെ ഒരു വിരോധമില്ല. വിരോധം കാണിക്കണമെങ്കിൽ എനിക്ക് പാർക്കി വെച്ച് കാണിക്കാറുന്നല്ലോ. ഞാൻ കാണിച്ചില്ലല്ലോ. ആന്റണി, നമ്മളിപ്പോ ഇവിടെ ദൈവികമായൊരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പോവല്ലേ? അപ്പോ മർദ്ദന മുറകളൊന്നും പാടില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? പരസ്പരം സ്നേഹിക്കാനല്ലേ? പരസ്പരം സ്നേഹിച്ചും സഹിച്ചും മനസ്സിലാക്കിയും വേണം പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. ഞാനും ഡെയ്സിയും അതിനുള്ള ഒരുക്കത്തിലല്ലേ ആന്റണി? ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോ നമ്മൾ സന്തോഷമായിട്ടല്ലേ ഇരിക്കേണ്ടത്? എന്താ ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നേ? ഡെയ്സി, ഇന്നിപ്പോ ഇവിടെ നമ്മുടെ മനസ്സമ്മതം എന്ന് നടത്തണമെന്നുള്ള തീരുമാനം എടുക്കുക. അതായത് ഉറപ്പിക്കൽ ചടങ്ങാ നടക്കാൻ പോകുന്നത്. അതിന്റെ ആൾക്കാരൊക്കെ ദാ ഇപ്പൊ വരും.